Blessed be the name of the Lord. I praise God for one more day that God has blessed us with. One more opportunity for us to come together in His presence. This morning, as the second month of this new year is almost complete, it's running away from us, it seems like. God has protected us, provided for us, and this morning we're going to continue the studying of what it means to abide in Christ. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ചിന്താവിഷയം നമ്മൾ തുടർമാനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവിടെയാണ് നമ്മൾ അത് ചിന്തിച്ചത്. We've been looking at the cross. At the cross there is newness എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. What does it mean to abide in Christ? We looked at very different aspects of that. നമ്മൾ വായിച്ചു ചില ആഴ്ചകൾക്ക് മുമ്പ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ, if you abide in me, or if you abide from what you heard from the very beginning, then you will also abide in the Son and the Father. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതും നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. That's been our thought, that's been our meditation for the last 2 weeks. എന്താണ് നമ്മൾ ആദ്യം മുതൽ കേട്ടത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. From verses 22 onwards. നമ്മൾ ആദ്യം കേട്ടത് യേശു, നസ്രേനായ യേശു. സുവിശേഷത്തിന്റെ ആരംഭം അവിടെയാണ്. The beginning of the gospel is that, it's the Jesus of Nazareth. Second, we learned that he was attested by God. ദൈവത്താൽ അംഗീകാരം ലഭിച്ച ഒരു മനുഷ്യൻ. എങ്ങനെയാണ് അംഗീകാരം ലഭിച്ചത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അല്ലെങ്കിൽ ശക്തിയാലും ദൈവത്താൽ അംഗീകാരം ലഭിച്ച ഒരു മനുഷ്യനാണ് ഈ നസ്രേനായ യേശു. നമുക്ക് ഇന്ന് പകൽക്കാലം തുടർന്ന് അവിടെ ചിന്തിക്കാം. Acts chapter 2 verse 22 onwards, അവിടെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. In English it's read like this: Men of Israel, hear these words. Jesus of Nazareth, a man attested to you by God with mighty works, wonders and signs that God did through him in the midst, as you yourselves know. This morning I want to ask a question. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിന്തയൊന്ന് ഉണർത്തുവാൻ. ഇവിടെ പറയുന്നു, യേശുക്രിസ്തുവിനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ശക്തിയാലും അല്ലെങ്കിൽ വീരപ്രവൃത്തികളാലും ദൈവം യേശുവിനെ അംഗീകരിച്ചു എന്ന് കാണിച്ചു, പ്രദർശിപ്പിച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത്ഭുതം എന്തുവാണ് യേശുവിൻ്റെ? We see all the miracles in the Gospels. സൺഡേ സ്കൂൾ കാലം മുതൽ നമ്മൾ പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച അത്ഭുതം? What's the miracle that you have thought about a lot, or when you read it or study it, you say, oh, that's a wonderful thing? ആർക്കൊന്നുമില്ല. എന്താ ഭാഷ? ന്യൂ ബർത്ത്, പുതുജനനം. What else? കേൾക്കത്തില്ല, അവർക്ക് പറയണേ. ലാസറിനെ ഉയർപ്പിച്ചു, റൈറ്റ്? ഡെഡ് മാൻ ലാസറസ് വാസ് റേസ്ഡ്. ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴേ ഓർക്കുന്നോ, ലാസറിനെ ഉയർപ്പിച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞു ഒരു മേശ ഒരുക്കാൻ. എന്ന് വെച്ചാൽ ഈ ഒരു കല്ലറ കിടന്ന വ്യക്തി എഴുന്നേറ്റ് വന്ന് തുണിയൊക്കെ നൂരിട്ട് ആദ്യം ചെയ്യുന്നറിയാമോ? യേശുവിൻ്റെ ഇവിടുന്ന് പന്തിയിലിരിക്കുക. ഒരു ഹോസ്പിറ്റലിൽ കിടന്നൊരു വ്യക്തി വന്ന് കഴിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു രോഗിയായി കിടന്ന്, if it's a sick man who came up and had lunch or dinner or meal with Jesus or his siblings, that doesn't make, you won't be surprised by it, amazed by it. If somebody is coming from a sick bed or a hospital or a vacation, nothing. But think about a dead man rising and then having a meal with his sisters and the townspeople, and everybody's watching him. That's a great thing. That's a great miracle. What else? What other miracle makes you think, my God is great? കാനാവിലെ കല്യാണത്തിന് വീഞ്ഞാക്കി. നമ്മുടെ മലയാളികളുടെ ഇടയിൽ അത് പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, when we think about it, throughout the Gospels we see one miracle after the other. ഇത് എന്നിട്ട് അവിടെ പത്രോസ് എടുത്തു പറയുന്നു, ഇതുണ്ടല്ലോ ഒന്നും രഹസ്യത്തിൽ ചെയ്തതല്ല. It's not done in secret. It was done in the midst of you. നിങ്ങളുടെ നടുവിലാണ് ഈ നസ്രേനായ യേശു ഇതെല്ലാം ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇതൊരു കളിപ്പിരുകളിയല്ലായിരുന്നു.
My Jesus, the Jesus of Nazareth that I'm preaching, wasn't faking it. He wasn't orchestrating some groups of people to come sit next to him and to pretend like they were lepers, or pretend like they were blind people, pretend like they were deaf people, pretend like they were dead people, and then be raised and then be healed. No, my Jesus of Nazareth did this in the midst of you. കാരണം നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഫോർ അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് ഓഫ് ഇറ്റ്. ഇപ്പം നമുക്ക് കാണാം പല രാജ്യങ്ങളിലും മുടന്തോടെ വരും, സൗഖ്യത്തോടെ പോവും. പിന്നെ മനസ്സിലാക്കുന്ന പുള്ളിക്കാരൻ ഇതുവരെ മുടന്നില്ലായിരുന്നെന്ന്. Just I think it was last year, maybe a year before, and after we moved here, there's a video of this congregation in Africa, and they brought a man in a coffin. ഒരു ശവപ്പെട്ടിയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. And there's a service going on, and the bishop from the church comes out and starts praying, and all of a sudden he rises, and then എല്ലാവരും പറഞ്ഞാണ്ട് മരണത്തിൽ നിന്ന് ഒരാളെ ഉയർപ്പിച്ചെന്ന്. പിന്നെ ക്യാമറയ്ക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ കാൽ അനങ്ങുന്നതിന് മുമ്പ്, കൈ അനങ്ങുന്നതിന് മുമ്പ്, ശ്വാസം വിടുന്നതിന് മുമ്പ് ഇതെല്ലാം നടക്കുന്നുണ്ട്. At the same time he's moving in the coffin. ഇങ്ങനെല്ലാം നടക്കുമ്പോൾ ഇതൊരു വ്യാജ പ്രവൃത്തിയല്ല, ഇതൊരു കളിപ്പീത പ്രവൃത്തിയല്ല. This is not something that was manufactured or orchestrated by some people that were following Jesus. പത്രോസ് പറയുന്നു, he did this in the midst of you. നിങ്ങളുടെ നടുവിലാണ് ഇത് ചെയ്തത്. One of the miracles that I think about quite often is in the Garden of Gethsemane. When the soldiers come to capture Jesus, അവിടെയും പത്രോസിന് ഒരു എടുത്തിയാട്ടം. There also Peter has anxiety, some jumpy behavior. എന്തെടുത്ത് പത്രോസ്? മഹാപുരോഹിതന്റെ ദാസന്റെ കാതടഞ്ഞു. He chopped off the ear of the servant of the high priest. അവിടെ യേശു കാണിച്ച അത്ഭുതം. ഈ പത്രോസിനെതിരെ ഒരു കേസ് വരല്ല. There should be no case. There should be no accusation. There should be no crime that's charged against Peter. In that same moment, Jesus said, I can make this right. ആ കാത് അതുപോലെ അതിരിക്കേണ്ട സ്ഥലത്ത് യേശു ക്രിസ്തു വെച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മുടെ മണ്ടത്തരങ്ങൾ പോലും അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയുന്ന നമ്മുടെ യേശുവാണ് ഈ നസ്രയനായ യേശു. Our blunders can be turned into miracles. Our blunders can be turned into signs. Our blunders, our mistakes can be turned into wonders, things that people are amazed about, where those accusations, the crimes and the blaming game will not come against us. നമ്മുടെ നസ്രയനായ യേശുവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പറയണം, നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും, നമ്മൾ എത്ര മണ്ടത്തരം കാണിച്ചിട്ടും ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നറിയാമോ? ഒരു അത്ഭുതം തന്നെ. How many blunders we have made. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞു, കർത്താവേ മതി എന്നെ അങ്ങ് എടുത്തോളാൻ. ആ പ്രാർത്ഥന ഒന്ന് കേട്ടായിരുന്നെങ്കിലോ. മാറത്തൊക്കെ അടിച്ചില്ലേ നമ്മൾ പറയുന്നത്, കർത്താവേ മടുത്തു, മതി എന്നെ അങ്ങ് എടുത്തോളാൻ. പക്ഷെ ആ മണ്ടത്തിലൊന്നും കർത്താവ് കേട്ടില്ല കേട്ടോ. അവിടെയും ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു. അവിടെയും ദൈവം നമുക്കൊരു അത്ഭുതം പ്രവർത്തിച്ചു. നമ്മുടെ ആ ഫ്രജിലിറ്റി, ജീസസ് knowing our fragile nature would not give credit to the blunders that we made. Instead he would say, I will show you patience, I will show you perseverance, I will show you faithfulness. So even in our blunders, God has turned it into miracles. And when it says that he did in the midst of you, that's important, because if you ask the people who experienced the miracles, they will tell you, yes, I know who healed me. It was Jesus of Nazareth. ഇവിടെ എല്ലാം മുൻപാകെ ഇത് ചെയ്തുകൊണ്ട് ഈ സൗഖ്യം പ്രാപിച്ചവർക്ക് യേശുവിനെ പറ്റി പറയുവാൻ ഒരു മടിയുമില്ലായിരുന്നു. When the blind man was healed, when the lepers were healed, when the person sitting, Bartholomew was sitting on the roadside and he was healed, he jumped up and said, yes, I know who healed me. It was the son of David. സോ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നസ്രയനായ യേശു ആരാണ്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവത്താൽ അംഗീകാരം ലഭിച്ച ഒരൊറ്റ മനുഷ്യനുണ്ടെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു മാത്രം. ആ യേശുക്രിസ്തുവിലാണ് സുവിശേഷം ആരംഭിക്കുന്നത്. And the gospel starts in that.
If you look at the wedding that took place in Cana, ആ കുടുംബത്തോടൊന്ന് ചോദിച്ചേ, യേശു അത്ഭുതം പ്രവർത്തിച്ചോ? അവർ പറയും yes. Because of what Jesus did, we were not humiliated or mocked or embarrassed in what we went through. Ask the Samaritan woman whom nobody wanted to talk to. You know, when you read the book of Acts, the Samaritan woman is the greatest evangelist that you can see. ഒരൊറ്റ പ്രസംഗം, ഒരൊറ്റ സംഭാഷണം മതി ആ ഗ്രാമത്തെ മുഴുവൻ നേടുവാൻ കർത്താവ് ഉപയോഗിച്ച ഒരൊറ്റ വ്യക്തി. ഇന്ന് വരെ തിരസ്കരിക്കപ്പെട്ട, ഇന്ന് വരെ ആർക്കും വേണ്ടാത്ത, അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയോട് യേശുക്രിസ്തു ഒരു വാക്ക് സംസാരിച്ചപ്പോൾ ഒരു ഗ്രാമത്തെ നേടുവാനുള്ള ശക്തി ലഭിച്ചുകൊണ്ടാണ് ആ സ്ത്രീ കടന്നുപോയത്. Ask the women of Samaria, did you experience a miracle? She would say, yes, he did it for me. I became that no one wanted, and I was who no one wanted. I was someone who was despised, but shortly after that, I became the one who pointed everybody to the Lord Jesus Christ. അവിടെയാണ് സുവിശേഷം. ആ ഗ്രാമം മുഴുവനും അത് വിശ്വസിച്ചു. ആ പട്ടണം മുഴുവനും ആ സ്ത്രീ പറഞ്ഞത് വിശ്വസിച്ചു. അങ്ങനെയാണ് സുവിശേഷ പ്രവൃത്തി ആരംഭിക്കേണ്ടത്. So Peter, remember, there's a group of people standing there, men of Israel. ഇസ്രായേൽ പുരുഷന്മാരെ അന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തുടങ്ങുന്നത്. So there's a group of people standing there. He's telling them, can I tell you about Jesus? Can I tell you about Jesus of Nazareth? So he goes on to say that. ഇനി നമുക്ക് വായിക്കാം. In verse 23 in English, this Jesus, delivered up according to the definite plan and the foreknowledge of God, you crucified and killed by the hands of the lawless man. ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുൻ അറിവിനാലും ഏൽപ്പിച്ചു. See, some people think that Christ's death is an accident. Some people think that the Roman government schemed against Jesus Christ. Some people think the Jewish leaders, the Pharisees and the scribes are the ones who created this atmosphere in which Christ died. There's some truth to all that. The Roman government was involved. The Jewish leaders were involved. But Peter is saying, before they were all here, my God had already planned this. That's the gospel. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരും വല്യപ്പച്ചന്മാരും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൈവം പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യരെ തിരിച്ചെന്ന് വേണം, എനിക്കൊരു വഴി ഉണ്ടാക്കണം എന്നോട് അടുക്കുവാൻ, അതിനുവേണ്ടി ഞാൻ ചെയ്യും, ഞാൻ ഒരു പണി ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാനത് ഒരുക്കി വെക്കും. God delivered him by the determined purpose and the foreknowledge of God. That's why John 3:16 is such a famous verse. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have everlasting life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ ഏവർക്കും, ഞാൻ അവിടെ ഒരു മിനിറ്റ് നിൽക്കണേ. There is a school of thought in Christianity that says God has determined who should go to heaven and who should go to hell. അങ്ങനെ പഠിപ്പിക്കുന്ന അറിയപ്പെട്ട പാസ്റ്റേഴ്സും സഭകളുമുണ്ട്. പക്ഷെ ഇവിടെ വായിക്കുന്ന വാക്യം കേട്ടോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും. God so loved the world that he gave his only begotten Son, that whoever believes in him. നമ്മൾ എന്തുകൊണ്ടാണ് സുവിശേഷം പറയുന്നറിയാമോ? We say the gospel, we share the gospel so that someone else can believe in the name of the Lord Jesus Christ. നമുക്കൊരു നഷ്ടം ഉണ്ടാകുമോ? If I had $100, I gave $10 to the 10 people sitting here, I lose $100. But if I tell 10 people about the Lord Jesus Christ, I lose nothing. They gain eternal life as a process. So for God so loved the world. നമ്മൾ പലപ്പോഴും കേട്ടില്ലേ, ചില അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കൊച്ചു കുഞ്ഞുമക്കളെ എടുത്തോണ്ട്, I love you so much, അങ്ങ് നീട്ടി അങ്ങ് പറയും. കാരണം അത്രത്തോളം സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്.
നമ്മുടെ യോഹന്നാനത്തിൽ അത് തന്നെയാണ് വായിക്കുന്നത്. യോഹന്നാൻ എടുത്ത് പറയാം, God so loved the world that he gave his only begotten son. Now we can divide that verse in John 3:16 into 5 different sections. I think they might have this on the screen as well. One, when it says God so loved, ദൈവം സ്നേഹിച്ചു നമ്മൾ ചിന്തിക്കുമ്പോൾ, what's there is the love, the universal love of God is established in that one word or 3 words. God so loved. The phrase emphasizes the universal scope of God's love extending to all humanity. Okay, second, he gave his only son. തൻ്റെ ഏകജാതനായ പുത്രനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Only son. That means Christ alone is the precious, unique son of the Lord God. അതുകൊണ്ടാണ് യേശുക്രിസ്തു കൂടെ എടുത്തു പറയുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാനാണ്, I am എന്ന് എടുത്തു പറയാൻ കാരണം എന്നറിയാമോ? യേശുക്രിസ്തുവിന് അറിയാം, I am the only begotten son that my father could send. I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. I am the light of the world. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. I am the door. ഞാൻ വാതിലാകുന്നു. I am the good shepherd. ഞാൻ നല്ല ഇടയനാകുന്നു. I am the resurrection and life. ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the true vine. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇതെടുത്തു പറയുവാൻ, ഉറപ്പിച്ച് പറയാൻ യേശുവിന് മാത്രമേ പ്രാഗൽഭ്യമുള്ളൂ. Only Christ could say that. And the reason why Christ could say that is what John is telling us in this verse, that he gave his only begotten son. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നിരിക്കുന്നു. Everyone who believes in him, ആരെങ്കിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും. So this belief is not an intellectual belief, but this is a relationship that says Jesus is not just my Savior, he is also my Lord. തൻ്റെ ഏകജാതനായ പുത്രനിൽ ഈ വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ തലച്ചോറിലെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലെ വിശ്വാസമല്ല. ആ വിശ്വാസം ഒരു അംഗീകാരം, ഒരു പ്രഖ്യാപനമാണ്. ഈ യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവ് മാത്രമല്ല, എൻ്റെ കർത്താവും കൂടിയാണ്. ഈ ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമുണ്ടല്ലോ, പിശാചിനുമുണ്ട്. ആ പിശാചിനും അറിയാം യേശു ആരാണെന്ന്. പക്ഷേ വ്യത്യാസം, യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണെങ്കിലും തലമണ്ട് അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലുള്ള വിശ്വാസം മാത്രമല്ല, കർത്താവേ, യേശുവേ അങ്ങ് എൻ്റെ കർത്താവാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ, അവിടെയാണ് നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നത്. If we can say, yes, Christ is not just simply my Savior, that's a big step, but he is also my Lord. That's what comes with the gospel. Shall not perish, നശിച്ചു പോകത്തില്ല. Perishing means a separation from God for all time, eternity. But the flip side is, it says, have eternal life. Nitya Jeevan. That is the central promise of the gospel message that we preach to others. നമ്മൾ സംസാരിക്കുന്ന സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ ഒരു നിത്യജീവനുണ്ട്. ഇവിടം കൊണ്ട് പട്ടുപോകുന്ന ജീവൻ മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവൻ മാത്രമല്ല. നീ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, ക്രിസ്തുവിനെ കർത്താവാക്കിയാൽ നിനക്ക് നിത്യജീവനുണ്ടെന്നാണ് നമ്മൾ നല്ല സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നത്. When did God determine this purpose? When was God's love demonstrated for us? എപ്പോഴാണ് ഈ സ്നേഹം നമ്മൾ പ്രദർശിപ്പിട്ടെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. Romans chapter 5 and verse 8. ക്രിസ്തു നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, when we were still sinners, God proved his love. നമ്മളെല്ലാവരും ഒരുമാതിരി നല്ലതായിട്ട് ദൈവം സ്നേഹം കാണിക്കാൻ വന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ നീതി ഉള്ളവരാകുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നമുക്കാർക്കും ഈ സ്നേഹം അനുഭവിക്കാൻ ഒക്കത്തില്ല. If the Lord Jesus had said, if God had set a standard,
I will demonstrate my love for you once you start to do good and become good, or perhaps I will give you my love once you become completely righteous. If God had set such a standard, we would not experience this love of Jesus. But knowing our condition, knowing what was needed, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം, എന്താവശ്യമാണെന്ന് അറിയുന്ന ദൈവം പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കാൻ പോയാൽ ഇവിടെ ഒരൊറ്റ മനുഷ്യന് സ്നേഹം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം. So while you're still sinners, Jesus lied for us. അതിൻ്റെ അർത്ഥം, the love of my God is undeniable. അതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല. കാരണം നമ്മൾ അർഹിച്ച സ്നേഹമല്ല, നമുക്ക് നല്ല ദാനമായി തന്ന ഒരു അനുഭവമാണ് ഈ സ്നേഹമെന്ന് പറയുന്നത്. We cannot refute this. We know it's an undeniable experience that we have when Jesus says, when God says, I loved you while you were still sinners. Second, this tells us that God's love is not just an emotion, but it is actually demonstrated to us into our life. ഇതൊരു വെറും വികാരം മാത്രമല്ല ഈ സ്നേഹമെന്ന് പറയുന്നത്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. This love is not simply an emotion, but it is demonstrated within our life. Third, it's an unconditional love. ഒരു നിബന്ധനയും ഇല്ലാതെ, ഒരു അർഹതയും ഇല്ലാതെ നമുക്ക് ലഭിച്ച ഒരു ദാനമാണ് ഈ ദൈവസ്നേഹം. പക്ഷേ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറന്നു പോകല്ല ക്രിസ്തു അനുഭവിച്ച കഷ്ടം. The pain that our Lord has endured for us to experience this love. ഈ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ക്രിസ്തു അനുഭവിച്ച കഷ്ടം നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. Coincidentally, we have our Lord's table before us. You know, when you read the book of Isaiah, chapter 53, and that whole chapter, especially when you come to verse 10, യെശയ്യാ പ്രവാചകന്റെ 53-10 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. It pleased the Lord God to bruise him, to crush him. You know, I have taken my kids to the doctor's office. I know many of you taking your kids to the doctor's office. They require vaccinations. അവർക്ക് ആ ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ അവർ കരയുമ്പോൾ നമുക്ക് കണ്ണുനീര് വരത്തില്ലയോ? When they're given that vaccination and they cry, we feel helpless. We feel sorrow. Sometimes we also cry with them. But here we see the Heavenly Father gave up His only begotten Son. And the prophetic verse says, it pleased the Heavenly Father to crush His only begotten Son. Why is that? എന്തുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിന് പുത്രനെ തകർക്കുവാൻ ഇഷ്ടം തോന്നിയത്? അവിടെയാണ് നമ്മൾ ആ സ്നേഹത്തിൻ്റെ വലിപ്പം അറിയേണ്ടത്. That's where we understand the magnitude of the love of the Heavenly Father. You know why it pleased the Heavenly Father to crush His only begotten Son? Because He knew once my Son is given as the ultimate sacrifice, there will be no more sacrifices needed. There will be no more excuses for people. Any person that calls on my name, any person whom I have created and placed on this earth, they can be reconciled to me. And the only way to do that, if my Son is crushed, He wasn't happy that His only begotten Son was crushed just for name's sake, because He knew He was delighting in the fact the people whom I have created can come back to me the moment my Son is crushed. എൻ്റെ മകൻ തകർക്കപ്പെടുമ്പോൾ ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ, ഞാൻ സൃഷ്ടിച്ച എല്ലാ മാനവജാതിക്കും എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഒരു വാതിൽ തുറക്കപ്പെടുമെന്ന് അറിയാമെന്ന പിതാവ്, ആ ഒരു യാഥാർത്ഥ്യത്തിലാണ് ആ പിതാവ് സന്തോഷിച്ചത്. His son dying. Remember what Christ went through in the Garden of Gethsemane. ആ ഗെത്സമന തോട്ടത്തിൽ ക്രിസ്തു അനുഭവിച്ച യാതന
കരഞ്ഞപ്പോൾ എന്തോ വന്നറിയാമോ? വിയർപ്പ് വന്നപ്പോൾ എന്താ വന്നറിയാമോ? രക്തമാ വന്നത്. അതുപോലെ സ്ട്രെസ് അനുഭവിച്ച് നമ്മുടെ യേശു, അതുപോലെ നിന്നെ അനുഭവിച്ച് നമ്മുടെ യേശു, അതുപോലെ ഉപദ്രവം സഹിച്ച നമ്മുടെ യേശു. പക്ഷെ ആ യേശുവിനെ തകർക്കുവാൻ സ്വർഗസ്നായ പിതാവിന് ഇഷ്ടം തോന്നി. It pleased the Lord God to crush his only begotten son. The result is what brought delight to the Heavenly Father. The remedy or the redemption or the veil being torn, or the fact that the door now is open, or the fact that we have easy access or free access to the grace and the throne of God, that's what made the Heavenly Father delight. നമ്മൾ ചിന്തിക്കണം, ഒരു പുത്രനെ തകർക്കുവാൻ തോന്നിയതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം, നമ്മളെ അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിച്ചു. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ കർത്താവ് സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയത്, മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവ് താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. Oh, what wonderful love, what great love that even this Heavenly Father would give up his only son to be crucified, to be killed on the cross. ആ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്, ഒരു സ്റ്റാൻസ് ഇങ്ങനെയാണ്: മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൽ നിണം ചെന്തി നരരെ വീണ്ടെടുപ്പാൻ. To shine in glory and to remove all the impurity, the Savior shed his blood to redeem humanity. It's a beautiful poetic way of thinking what our Jesus Christ went through. What the Lord allowed his only begotten son to go through. Then he goes on to say in verse 23 and 24 again in Acts chapter 2, this Jesus delivered according to the indefinite plan and the foreknowledge of God, you crucified and killed by the hands of the lawless men. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. പത്രോസ് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. This was the foreknowledge and the plan of God. But he's pointing out to them, you all played a part in this. You crucified him. അത് മാത്രമല്ല, അധർമ്മികളുടെ കയ്യാൽ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചതും വിധിച്ചതും ക്രൂശിച്ചതും ഒരൊറ്റ നീതിയുള്ള വ്യക്തിയല്ല, ഒറ്റ നല്ല വ്യക്തിയല്ല. പക്ഷേ ഒരു കളങ്കവുമില്ലാത്ത, ഒരു പാപവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത യേശുക്രിസ്തുവിനെ അധർമ്മികളാലാണ് ഇത് ക്രൂശിക്കപ്പെട്ടത്. And Peter is pointing out the paradox within that. Here's an innocent, blameless man, the man of Nazareth, who is certified, attested by God, but that person was judged and killed by the hands of the lawless people. He's crucified, he died, and he was buried. പക്ഷേ സുവിശേഷത്തിൻ്റെ ആ നല്ല അനുഭവം, ആ സന്ദേശം തീർന്നില്ല കേട്ടോ. The good message, the good news doesn't end with Christ being crucified. The good news goes on to say, 24ാം വാക്യം in English it says, God raised him up, losing the pangs of death, because it was not possible for him to be held by it. ഇവിടാണ് ഈ സുവിശേഷം നല്ല മെസ്സേജായി മാറുന്നത്. ഇവിടെ വായിക്കുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം. Yes, it pleased the Heavenly Father to crush his only begotten son. Yes, he was killed and crucified by the hands of the lawless people. പക്ഷെ പത്രോസ് പറയുന്നു, നിങ്ങൾ ഇതൊക്കെ ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കണ്ട, എനിക്കൊരു നല്ല സന്തോഷം പറയാനുണ്ട്. ഈ മരണമുണ്ടല്ലോ, എൻ്റെ നസറേനായ യേശുവിനെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല.
none of this death can hold my Jesus of Nazareth down. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പാടുമല്ലോ, death could not hold him. The veil tore before him. He silenced the boast of sin and death. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വിഷത്തെ മാറ്റിവെച്ച്, ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഗൗരവത്തെ മാറ്റിവെച്ചിട്ട് അതിനെ അതിജീവിച്ച, അതിനെ ജയിച്ച ക്രിസ്തുവാണ് സുവിശേഷം എന്ന നല്ല വിശേഷം. That's where the gospel is true. That's where the gospel becomes good news. Death could not hold him. And why is that important? Because the wages of sin is death. പാപങ്ങളുടെ ശമ്പളമോ മരണമത്രേ. നമുക്ക് ആ ശമ്പളം ലഭിച്ചായിരുന്നെങ്കിൽ ആ ശമ്പളം നമ്മളെ മുറുക്കി പിടിച്ചേനെ, നമ്മൾ ഒരിക്കൽ പോലും അതിൽ നിന്ന് എഴുന്നേക്കത്തില്ല. പക്ഷെ അതിനെ ജയിച്ചത് കർത്താവ് പറഞ്ഞു, ഞാനിത് ഏറ്റെടുത്തോളാം. ഇത് ഏറ്റെടുത്താൽ ഒരൊറ്റ മരണത്തിന് പോലും എന്നെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. അത് അസാധ്യം. Death cannot hold me. Death cannot hold me. When you go down to verse 29, down to 32, വീണ്ടും പത്രോസ് എടുത്തു പറയുന്നു, brothers, I may say to you with confidence about the patriarch David, that he both died and was buried, and his tomb is with us even to this day. സഹോദരന്മാരെ, പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച്, അവൻ മരിച്ച് അടക്കപ്പെട്ട് എന്നെനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ. ഇവിടെ നിൽക്കുന്നവർക്ക്, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പാരമ്പര്യം വലിയ കാര്യമാണ്. They know who David is, they know who Abraham is, they know who Moses is, they understand that tradition. അതുകൊണ്ട് പത്രോസ് പറയുക, സഹോദരന്മാരെ നിങ്ങൾ കേട്ടോണേ, എൻ്റെ പ്രസംഗം തീർന്നില്ല. നമ്മുടെ ഗോത്രപിതാവായ ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു. അതെനിക്ക് സത്യമായി ധൈര്യമായിട്ട് പറയാം. I can tell you with confidence, David, our forefather, died and was buried. I can also tell you in confidence that his tomb is still with us. അവൻ്റെ കല്ലറ ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. അതിലടങ്ങിയിരിക്കുന്നൊരു മർമ്മം, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു ഉണ്ടല്ലോ, മരിച്ചു അടക്കപ്പെട്ടു, അത് സത്യം. പക്ഷെ ആ കല്ലറയിലില്ല. He is not there. He is risen. And that's the message that Peter is trying to convey to these people. Yes, you may have killed him, you may have crucified him, you may have judged him, and it was all done by lawless people with lawless hands and lawless hearts. But I can tell you one more truth in confidence. My Jesus, who was dead and buried, is no longer in the tomb that he was placed in. And he goes on to say, being therefore a prophet and knowing that God had sworn with an oath to him that he would set one of his descendants on the throne, he foresaw and spoke about the resurrection of Christ, that he was not abandoned to Hades, nor did his flesh see corruption. This Jesus, 32 വാക്യം മലയാളത്തിൽ നിന്ന് വായിക്കാമോ? കണ്ടോ സുവിശേഷം? കണ്ടോ അതിൻ്റെ മഹാത്മ്യം? കണ്ടോ? നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ വിധിച്ച, നിങ്ങൾ തുപ്പിയ, നിങ്ങൾ കുരിശിൽ കയറ്റിയ, നിങ്ങൾ നിന്ന് പറഞ്ഞ യേശു ഉണ്ടല്ലോ, ആ യേശു എൻ്റെ ദൈവം ഉയർപ്പിച്ചു. That Jesus, not some other Jesus, that same Jesus was raised by my heavenly Father. And he's saying, 36 വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുന്നു, let all the house of Israel know this for sure, that God has made this Jesus whom you crucified both Lord and Jesus Christ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം ആരാക്കി? കർത്താവും ക്രിസ്തുവുമാക്കിയെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നമ്മളെ അറിയപ്പെടുന്നവരെ, മലയാളി ക്രിസ്ത്യാനികളെ അറിയപ്പെടുന്നത് പൂർണ്ണ സുവിശേഷ ക്രിസ്ത്യാനികൾ, ഫുൾ ഗോസ്പൽ ക്രിസ്ത്യൻസ്. എന്നോട് ഒരാൾ ഒരു ക്യാമ്പിന് വെച്ച് വർഷങ്ങൾ പോയിട്ട്, പാസ്റ്റർ വാട്ട്സ് ദിസ് ഫുൾ ഗോസ്പൽ? എന്താണ് ഈ പൂർണ്ണ സുവിശേഷം? ഞാനെന്നാൽ ഈ അധ്യായം എടുത്ത് കണ്ട് കാണിച്ചു. He said everybody believes that. What's different about that and what we claim to be as full gospel? I said okay, now go to verse 33. പൂർണ്ണ സുവിശേഷം എന്താ അറിയാമോ? ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു
ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിനെ ആരെങ്കിലും വിശ്വസിക്കുന്നതിൽ അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും, അവർക്ക് നിത്യജീവൻ അവകാശമായി ലഭിക്കും. അതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല സുവിശേഷം. 33 വാക്യം ഒന്ന് വായിച്ചേ. ഇതാണ് പൂർണ്ണ സുവിശേഷം. വെറും സ്നാനപ്പെടുക മാത്രമല്ല കേട്ടോ. ഒത്തിരി പേര് സ്നാനപ്പെടുന്നുണ്ട്, അവരെല്ലാവരും ക്രിസ്ത്യാനികളാണെന്നും ദൈവങ്ങളാണെന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ യഥാർത്ഥമായൊരു ദൈവപൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാനുള്ള ഒരു വലിയ വലിയ വാഞ്ച വേണം നമുക്ക്. If you're truly a child of God, you must have the greatest desire to say, Lord, fill me with the power of the Holy Spirit. Peter is saying, we speak about Jesus of Nazareth. He was certified by God. He was dead, buried, and he was raised by God. But not only that, he was exalted to the Father's side. In that moment, he sent as the Holy Spirit. And what you see here today in this upper room is the power of the Holy Spirit demonstrated in our life, just as Christ promised. പത്രോസ് എടുത്ത് പറയുന്നത്, ഞങ്ങളുടെ യേശു പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു വാഗ്ദാനം പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും, ആ ശക്തി നിങ്ങൾ ലഭിക്കും. ആ ശക്തിയാണ് പ്രിയ ഇസ്രായേൽ പുരുഷന്മാരെ നിങ്ങൾ ഇപ്പോൾ ഈ മാളിക മുറിയിൽ കാണുന്നത്. This is the power, this is the promise that is being fulfilled within us. That is where the gospel is for. Why? We want every single person who believes in Christ not just be baptized, not just belong to a church, but we want them to be filled with the power of the Holy Spirit. Without that, it's impossible to live a victorious Christian life. Without the Holy Spirit's leading and guiding, we go astray at many times of the life. And so Peter is saying, now we know what it means to be endowed with the power from upon high. You know what happened after that? ഇത്രയും പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? കേട്ടവിടെ ഹൃദയത്തിന് എന്ത് പറ്റി? ഒരു കുത്തുകൊണ്ടു. Those who heard this full gospel, all of who Christ is, all of what he experienced, and that the power of the Holy Spirit comes, when they heard all that, their heart was cut. It pierced their hearts. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എവിടെ ഉണ്ടോ അവിടെ കുത്ത് സംഭവിക്കും കേട്ടോ. നമ്മളെ നിന്ദിക്കാനല്ല, അപമാനിക്കാനല്ല. ആ കുത്ത് സംഭവിക്കുന്നറിയാമോ? രക്ഷയുടെ സന്ദേശം നമ്മുടെ ഉള്ളിൽ വരാനാ.